കൊല്ലം കടക്കലിൽ മോഷ്ടിച്ച വാഹനത്തിലെത്തി വീണ്ടും മോഷണം. സ്റ്റേഷനറി കടയിലാണ് മോഷണം നടന്നത്. മോഷ്ടിച്ച സ്കൂട്ടിയിലെത്തിയ രണ്ടംഗ സംഘം കടയുടെ ഗ്ലാസ് തകർത്ത് 2 മൊബൈൽ ഫോണും 1500 രൂപയും കവർന്നു. മോഷണത്തിനിടയിൽ കൈക്ക് പരിക്ക് പറ്റിയ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം സ്വദേശികളായ ആദർശ്, യദുകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. കടക്കൽ താലൂക്ക് ആശുപത്രിയിലെത്തിയ പോലീസിനെയും ഇവർ ആക്രമിച്ചു. പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സ്വന്തന മോഷ്ടിച്ചിട്ടും മതിവരാതെ വീണ്ടും മോഷണം. അതിനിടയിൽ പോലീസിനെയും ആക്രമിച്ചു. കൊടും കുറ്റവാളികളാണിവർ, അല്ലേ സ്വന്തന? ആഷിയാസ്, അങ്ങനെ തന്നെയാണ്. ഒരു തവണ മോഷണം നടത്തി, അത് ഒരു വാഹനമാണ് മോഷ്ടിച്ചത്. ഇരുചക്ര വാഹനം മോഷ്ടിക്കുന്നു. അതേ മോഷണ വാഹനത്തിൽ വീണ്ടും മറ്റൊരു ജില്ലയിലെത്തി അവിടെ നിന്ന് മോഷണം നടത്തുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവം നടന്നിരിക്കുന്നത് കൊല്ലം കടക്കലിലാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു മോഷണം നടന്നത്. കടക്കലുള്ള ഒരു സ്റ്റേഷനറി കട, ആ കടയിലെ ഉടമ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയ സമയത്ത് കടയുടെ സൈഡിലെ ചില്ലുകൾ തകർത്താണ് ഈ 2 മോഷ്ടാക്കൾ കടയ്ക്കുള്ളിൽ കയറിയത്. അവിടെ നിന്നും 2 മൊബൈൽ ഫോണുകളും 1500 രൂപയുമാണ് ഈ മോഷ്ടാക്കൾ അവിടെ നിന്നും എടുത്തത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവർ ഈ കടയുടെ ചില്ല് പൊട്ടിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ചെറിയ മുറിവുകളൊക്കെ സംഭവിച്ചിരുന്നു. അങ്ങനെ ആ മുറിവുകൾക്ക് ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി ഇവർ കടയ്ക്ക് താലൂക്ക് ആശുപത്രിയിലെത്തി. അവിടെ വെച്ചിട്ടാണ് ഇവർ മോഷ്ടാക്കളാണ് എന്ന് ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നുകയും പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അവിടേക്ക് പോലീസിനെയും ഇവരെന്തായാലും ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും 2 പേരെയും കടയ്ക്കൽ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ കടയുടെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും 2 പേരെയും പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ ആദർശും യദുകൃഷ്ണനുമാണ് പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നാണ് ഷിയാസ് ബൈക്ക് മോഷ്ടിച്ചത്. ശരി, സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.